ബദരീനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ്. ബദരീനാഥ് സ്ഥിതി എവിടെയാണ്? അളകനന്ദയുടെ തീരത്താണ്. അതുപോലെ തന്നെ അളകനന്ദ നദീതീരത്താണ് കേട്ടോ. നമ്മൾ നദീതീരങ്ങളും പട്ടണങ്ങളുമാണ് പറയുന്നത്. നമ്മൾ നദീതീരങ്ങളും പട്ടണങ്ങളുമാണ് പറയുന്നത്. ബദരീനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ്. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് മന്ദാകിനി നദിയുടെ തീരത്താണ്. മന്ദാകിനി നദി. അതുപോലെ തന്നെ മൂകാംബിക സ്ഥിതി ചെയ്യുന്നത് സൗവർണിക നദിയുടെ തീരത്താണ്. മൂകാംബിക സൗവർണികയുടെ തീരത്താണ്. അതുപോലെ തന്നെ ലുധിയാന സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ ദിസ്പൂർ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. അതുപോലെ വാരണാസി, ഹരിദ്വാർ, പാട്ന എന്നീ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗംഗാനദിയുടെ തീരത്താണ്. ഗംഗാനദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയൂ നദിയുടെ തീരത്താണ്. ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത് ക്ഷിപ്ര നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ ബോധഗയ സ്ഥിതി ചെയ്യുന്നത് നിരഞ്ജന നദിയുടെ തീരത്താണ്. ബോധഗയ നിരഞ്ജന നദിയുടെ തീരത്താണ്. ഭോപ്പാലും ജബൽപൂരും സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തീരത്താണ്. അതുപോലെ നാസിക് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. അതുപോലെ തന്നെ ബാംഗ്ലൂര്, തിരുച്ചിറപ്പള്ളി, ഈറോഡ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. അതുപോലെ അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയൂ നദിയുടെ തീരത്താണ്. അലഹബാദ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നറിയാമോ? അലഹബാദ് സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെയും യമുനയുടെയും തീരത്താണ്. മധുര എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള മധുരയാണ്. മധുര സ്ഥിതി ചെയ്യുന്നത് വൈഗ നദിയുടെ തീരത്താണ്. ചെന്നൈ സ്ഥിതി ചെയ്യുന്നത് അടയാർ അല്ലെങ്കിൽ കൂവം നദിയുടെ തീരത്താണ്. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് മൂസി നദിയുടെ തീരത്താണ്. ഹൈദരാബാദ് മൂസി നദിയുടെ തീരത്താണ്. മുംബൈ നഗരം സ്ഥിതി ചെയ്യുന്നത് മിഥി നദിയുടെ തീരത്താണ്. മിഥി നദിയുടെ തീരത്താണ്. ഗാന്ധിനഗറും അഹമ്മദാബാദും സ്ഥിതി ചെയ്യുന്നത് സബർമതി നദിയുടെ തീരത്താണ്. സബർമതി നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ സബർമതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖാ നദി. ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖാ നദിയുടെ തീരത്താണ്. ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖാ നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ അലഹബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെയും യമുനയുടെയും തീരത്താണ്. ഡൽഹി, ആഗ്ര, നോയിഡ, മധുര, വൃന്ദാവൻ, താജ്മഹൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് യമുനാതീരത്താണ്. എവിടെയാണ്? യമുനാതീരത്താണ്. അതുപോലെ ലേ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലേ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ തീരത്താണ്. സിന്ധു നദിയുടെ തീരത്താണ് ലേ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കോട്ടയം സ്ഥിതി ചെയ്യുന്നത് മീനച്ചില്ലാറിൻ്റെ തീരത്താണ്. കോട്ടയം മീനച്ചില്ലാറിൻ്റെ തീരത്താണ്. ആലുവ സ്ഥിതി ചെയ്യുന്ന ആലുവയും മലയാറ്റൂരും സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അതുപോലെ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിൻ്റെ തീരത്താണ്. കരമനയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത്. ആറ്റുകാൽ സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിൻ്റെ തീരത്താണ്. ആറ്റുകാൽ സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിൻ്റെ തീരത്താണ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ്. കൃഷ്ണ നദിയുടെ തീരത്താണ്. കട്ടക്ക്, ഒഡീഷയിലെ കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ്. മഹാനദിയുടെ തീരത്താണ്. അതുപോലെ പനാജി സ്ഥിതി ചെയ്യുന്നത് ഗോവയുടെ തലസ്ഥാനമായ പനാജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനാബി സ്ഥിതി ചെയ്യുന്നത് മണ്ടോബി നദിയുടെ തീരത്താണ് കേട്ടോ. മണ്ടോബി നദിയുടെ തീരത്താണ്.